ഈ കാണുന്ന ജനങ്ങളൊക്കെ ഇത്രയും വലിയ ക്യൂ നിൽക്കുന്നത് എന്തിനായിരിക്കും? രാവിലെ 6 മണിക്ക് വിളിച്ചിട്ട് എടാ നമുക്കൊന്ന് കന്യാകുമാരി വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കേണ്ട താമസം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ്. വെറും 20 രൂപയാണ് കന്യാകുമാരിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. കേരള ബോർഡർ കഴിഞ്ഞപ്പോഴാണ് ഇതേപോലുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ടു തുടങ്ങിയത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത്രത്തോളം മനോഹരമാണ് നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകൾ. എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഭംഗി നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. ഈ കാണുന്നതാണ് കന്യാകുമാരിയിലെ സൺറൈസ് പോയിന്റ്. 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2023 ഈ സൺറൈസ് കാണാൻ വേണ്ടി ഒരു ദിവസം രാവിലെ 6 മണിക്ക് ഞാൻ അവിടെ വന്നായിരുന്നു. അന്ന് മഴക്കോളുണ്ടായിരുന്നുകൊണ്ട് ഈ പറഞ്ഞ സൺറൈസ് ഒന്നും എനിക്ക് അന്ന് കാണാൻ പറ്റിയില്ല. ഇനി നമുക്ക് ആദ്യം പറഞ്ഞു വെച്ചാൽ ഈ തിരക്ക് എന്തിനാണെന്ന് നമുക്ക് അന്വേഷിക്കാം. വിവേകാനന്ദ പാറയുടെയും അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള തിരുവള്ളുവരുടെ പ്രതിമ നിൽക്കുന്ന പാറയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഈ അടുത്തായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയാണ് ഈ കണ്ട ആൾക്കാരൊക്കെ നിൽക്കുന്നതെന്ന് അവിടെയുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. ആത്മീയാനുഭൂതി കിട്ടാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം കടലിലേക്ക് നോക്കിയിരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കന്യാകുമാരി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നതിലുപരി ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. തത്തേനെ ഉപയോഗപ്പെടുത്തി ചീട്ടെടുത്ത് ജ്യോത്സ്യം പറയുന്ന ഈ കൂട്ടരും ഇവിടെ പതിവ് കാഴ്ചയാണ്. നമുക്കൊരു തമാശയായിട്ട് തോന്നുന്ന ഈ ഒരു സംഗതി ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളെ ദക്ഷിണേന്ത്യയിലാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന തിരുക്കുറൽ എന്ന തമിഴിലുള്ളൊരു മഹാകാവ്യമുണ്ട്. അത് എഴുതിയാരാണെന്ന് വെച്ചാൽ മഹാകവി തിരുവള്ളുവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെയുള്ള ഈ പാറയിൽ ഈ പ്രതിമ സ്ഥാപിച്ചത്. വിവേകാനന്ദ പാറയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമികൾ തൻ്റെ യാത്രക്കിടയിൽ ഇവിടെ വന്നിട്ട് ഈ പാറയിൽ തപസ്സിരുന്നു. 3 ദിവസം തപസ്സിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം 1970കളിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ഒരു പാറയ്ക്ക് നൽകിയത്. ഇപ്പം പറഞ്ഞ ആ 2 പാറയിലും ആ കാണുന്ന പാലത്തിലും കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയമില്ലാത്തതുകൊണ്ടും പിന്നെ പൈസയുടെ പരിമിതി ഉള്ളതുകൊണ്ടും പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. അങ്ങനെ അവസാനം ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് തിരികെ നാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ പറയാത്ത ഇവിടെ വെച്ചുണ്ടായ ഒരു മറ്റൊരു അനുഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.